सरस्वती वाजेभिर्वाजिनीवती धिनामवित्र्यवतु गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ഓം. ലളിതാ സഹസ്രനാമം എന്ന നാമം ചൊല്ലേണ്ടതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ ആവശ്യം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലളിതാ സഹസ്രനാമം ഒരു 40 മിനിറ്റ് നേരമുള്ള ഒരു ശ്വസന പ്രക്രിയ പോലെ ആണ് നമ്മളിത് എല്ലാ ദിവസവും ഒരു നേരം ചൊല്ലുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ശ്വസന പ്രക്രിയ നടക്കുന്ന ഒരു കർമ്മമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലൽ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളും എനർജി ക്യാപ്സ്യൂളാണ്. ഓരോ അക്ഷരങ്ങൾക്കും ലക്ഷക്കണക്കിന് യോജന അതിൻ്റെ ഫ്രീക്വൻസി മണ്ഡലം ഉണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ലളിതാ സഹസ്രനാമം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ആ ഒരു ശബ്ദ തന്മാത്രകളായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ 6 ഷഡാധാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഒരു കൃത്യമായ ഒരു സമയത്ത്, അതിന് നമുക്കൊരു കൃത്യനിഷ്ഠ വെച്ചിട്ട് ഇതൊരു കൃത്യമായ സമയത്ത് ഇത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അക്ഷരങ്ങളൊക്കെ ഈ 51 അക്ഷരങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. ഓരോ നാമത്തിനും നല്ല ഫ്രീക്വൻസി ഉള്ള പ്രാണശക്തിയുള്ള അക്ഷരങ്ങളാണ്. അത് നമ്മൾ നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ബ്രെയിൻ ഫുഡാണ്, നമ്മുടെ മൈൻഡ് ഫുഡാണ്, നമ്മുടെ ബോഡി ഫുഡാണിത്. ശരിക്കും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തെയും നല്ലതുപോലെ ഊർജ്ജശക്തി നിറയ്ക്കുവാൻ പറ്റിയ ഒരു ക്രിയയാണ് ലളിതാ സഹസ്രനാമം ഉപാസിക്കുക അല്ലെങ്കിൽ ഇതെന്നും ചൊല്ലുക എന്ന് പറയുന്നത്. ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പക ശോക പുന്നാക സൗഗന്ധികല സത്കജ കുരുവിന്ദ മണിശ്രേണി കരൽ കോടീര മണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളിഗസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബശ്രിണ്യക്കാരി രതനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജ പങ്ക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജ സല്ലാഭ മാധുര്യ വിനിർഭൽസിത കച്ഛബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യാചിബുക ശ്രീ വിരാജിത കാമേശ ബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജന്വിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്ത ഫലാന്വിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനീ നാഭ്യാലവാല രോമാളീലതാഫല കുജദ്വയീം ലക്ഷരോമലതാധാരതാ സമുന്നയ മധ്യമാ സ്തനഭാരദളന്മധ്യാപട്ടബന്ധവലിത്രയാ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യ രശനാദാമ ഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദ ഊരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഊടഗുൽഭ കുർമ പൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത. ഇനി ലളിതാ സഹസ്രനാമം
നമ്മൾ ഏത് സമയത്താണ് ചൊല്ലേണ്ടത്? ഏത് സമയത്തും ചൊല്ലാം. 40 മിനിറ്റ് നമുക്കൊരു ദിവസം എപ്പോഴാണോ കിട്ടുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചൊല്ലാം. കാരണം ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അല്ലെങ്കിൽ പ്രാണശക്തി അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഇത് കുട്ടികൾ ഇത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പഠിക്കുവാൻ അവർക്ക് നല്ല മൈൻഡ് ഉണ്ടാകും, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും. ബ്രെയിനിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ബീറ്റാ ഗാമാസ് പോലെയുള്ള റേസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ അത് ഉണ്ടാകും എന്നാണ് സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളത്. അപ്പം പഠിക്കുന്ന കുട്ടികളാണ് ശരിക്കും ഇത് പ്രയോജനപ്പെടുത്തേണ്ടത്. കാരണം അവർക്ക് നല്ല മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനും നല്ല ഊർജം നമ്മുടെ ശരീരത്തിലൊക്കെ നിറയ്ക്കാനും നല്ല ചിന്തകൾ ഉണ്ടാകാനും നല്ല വാക്കുകൾ ആ നമ്മുടെ ചിന്തയിലൂടെ പുറത്തു വരുവാനും, അതുപോലെ തന്നെ ഇതെല്ലാം സംസ്കൃത അക്ഷരങ്ങളായതുകൊണ്ട് അക്ഷരശുദ്ധി ഉണ്ടാകും. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഏത് ലാംഗ്വേജ് പറയാനും നമുക്കുള്ള സ്ഫുടത അക്ഷരശുദ്ധി ഉണ്ടാകും. അതോടൊപ്പം നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നയേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.